നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ചോർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. പരിയാരം ചൌക്ക പ്രദേശങ്ങളിൽ കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സർവീസുകൾ ചില ഓപ്പറേറ്റർമാർ ലഭ്യമാക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് ചാലക്കുടി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന പ്രകാരം കേരള വിഷൻ കണക്ഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെ പ്രവചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ. ജില്ലയിലെ തകർന്നടിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിലെ നവീകരണ കലശം ജൂൺ 1 മുതൽ 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. കണ്ണമ്പത്തൂർ പൊന്നാമ്പടി വീട്ടിൽ ബിന്ദു, സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ വട്ടനാത്ര സ്വദേശി കൈനാത്തൂടൻ വീട്ടിൽ അശോകൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. അയൽപ്പക്കത്തുള്ളവർ ഉഗ്രശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത്. ആളുകളെ വിളിച്ചുകൂട്ടി നാട്ടുകാരുടെ സഹായത്തോടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വീടിന്റെ ജനൽ ചില്ലുകൾ അപകടത്തിൽ പൊട്ടിച്ചിതറി. ചൂടിന്റെ മർദ്ദം മൂലമാണ് ഗ്ലാസ് പൊട്ടിത്തെറിച്ചതെന്ന് കരുതുന്നു. കർട്ടനുകളും കത്തിയ നിലയിലാണ്. ഒരു മൊബൈൽ ഫോൺ കത്തി നശിച്ചു. ശുചിമുറിയുടെ വാതിലുകളും തകർന്നു. പുതുക്കാട് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. പരിയാരം ചൌക്ക പ്രദേശങ്ങളിൽ കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സർവീസുകൾ ചില ഓപ്പറേറ്റർമാർ ലഭ്യമാക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് ചാലക്കുടി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന പ്രകാരം കേരള വിഷൻ കണക്ഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പുതുക്കാട് ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള ചാലക്കുടി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന്റെ പരിയാരത്തെ ഓഫീസ് ചാലക്കുടി MLA TJ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജിജി ജോൺസൺ അധ്യക്ഷയായി. 1000-ലധികം കേരള വിഷൻ ഡിജിറ്റൽ TV ആൻഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയതിന്റെ വിജയാഘോഷം MLAയും പഞ്ചായത്ത് അംഗവും ഇൻഫോനെക്സസ് ഡയറക്ടർമാരും കേക്ക് പങ്കുവച്ചാണ് ആഘോഷിച്ചത്. കേരള വിഷൻ സമ്മാനോത്സവിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ച ഭാഗ്യശാലികളായ കേരള വിഷൻ വരിക്കാർക്ക് MLAയും പഞ്ചായത്ത് അംഗവും ഡയറക്ടർമാരും ചേർന്ന് സമ്മാന വിതരണം നടത്തി. ചെയർമാൻ ആന്റോ വി മാത്യു സ്വാഗതം ആശംസിച്ച ചടങ്ങിന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ P ഗോപകുമാർ നന്ദി പറഞ്ഞു. MD K മോഹനൻ, ഡയറക്ടർമാരായ R മോഹൻകൃഷ്ണൻ, NP മുരളി, അജു ജോൺ, രാജു ഡേവിസ്, ഫെവി ചാക്കോ, KG രമേശ്, KI ഷീഫർ, KK അനിൽകുമാർ, AP റാഫേൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇൻഫോനെക്സസ് CBN കമ്പനിയുടെ കേബിൾ TV ഓപ്പറേറ്റർമാരും സ്റ്റാഫുകളും കേരള വിഷൻ വരിക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് CBN കമ്പനിയുടെ വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. മേഖലയിൽ ആവശ്യക്കാർക്കെല്ലാം ഏറ്റവും മികവാർന്ന കേരള വിഷൻ കണക്ഷനുകൾ ലഭ്യമാക്കാൻ CBN കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്ന് വാർഷിക പൊതുയോഗം അഭിപ്രായപ്പെട്ടു. നെറ്റ്വർക്കിന് വ്യാപിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ള വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് നമുക്ക് 2 വർഷമായി ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിലും ഇത് വലിയൊരു സിനിമയായിട്ട് തന്നെ വലിയൊരു വിഷയമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ചെറിയ രീതിയിലാണ് ഇത് ആരംഭിച്ചെങ്കിലും ഇത് വലിയ രീതിയിൽ കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സേവനം പരിയാരം മേഖലയിൽ നിഷേധിക്കപ്പെട്ട ഒരു വികാരത്തിന്റെ പുറത്താണ് കമ്പനി നേരിട്ട് ഇവിടെ ഒരു ശൃംഖല ആരംഭിക്കാൻ സഫലമായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തിയായി തുടരുന്ന സാഹചര്യമുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെ പ്രവചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ. ഒരു കാരണവശാലും ഡാമുകളിൽ വെള്ളം നിർത്തരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
രാത്രി വെള്ളം തുറന്നുവിടാനുള്ള അവസ്ഥ ഉണ്ടാകരുതെന്നും നിർദ്ദേശം നൽകിയതായി കെ രാജൻ കൂട്ടിച്ചേർത്തു. മഴ ശക്തിയായിട്ട് തുടരുകയാണ്. മഴയുമായി ബന്ധപ്പെട്ട് കനത്ത നാശനഷ്ടങ്ങളാണ് പല ജില്ലകളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനു പുറമെ ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദമായിട്ട് നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു എന്നാണ് ഈ മിനിറ്റിൽ ലഭ്യമാകുന്ന പുതിയ വിവരം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപമായിട്ട് ഇത് സ്ഥിതി ചെയ്യുകയും തുടരുകയാണ്. വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മഴയെ തുടർന്ന് പല ജില്ലകളിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. ജൂൺ 5 വരെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട്. 6 മുതൽ 12 വരെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുക. പൊന്മുടിയിൽ മണിക്കൂറിൽ 54 കിലോമീറ്റർ, പൊന്മുടി 44, റാന്നി 44 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുവീശി. മഴയ്ക്കൊപ്പം കാറ്റ് വീശുന്നത് വലിയ ആശങ്കയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 66 ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. 1894 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 6 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന 4000-ഓളം ക്യാമ്പുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ വിനിയോഗിക്കണം. മഴ ശക്തി പ്രാപിക്കുന്ന പശ്ചാത്തലത്തിൽ രാത്രി യാത്രകൾ ഒഴിവാക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ നൽകിയാൽ കേസെടുക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ജില്ലയിലെ തകർന്നടിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അളഗപ്പ് നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആമ്പല്ലൂരിൽ സായാഹ്ന ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷനായി. കല്ലൂർ ബാബു, KV പുഷ്പാകരൻ, ജോജോ പിണ്ടിയാൻ, KL ജോസ്, പ്രിൻസൻ തയ്യാലക്കൽ, സന്തോഷ് ഐത്താടൻ, EA ഓമന, ആൻഡ്രൂസ് കണ്ണമ്പുഴ, സന്ദീപ് കണിയത്ത്, ഔസേപ്പ് വൈക്കാടൻ എന്നിവർ സന്നിഹിതരായി. ജനങ്ങൾ അനുഭവിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നും ജില്ലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ ജനകീയ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ സെബി കൊടിയൻ, TM ചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ M. ശ്രീകുമാർ, ഷാജു കാളിയങ്കര, രഞ്ജിത്ത് കൈപ്പിള്ളി, ഷാഫി കല്ലൂപ്പറമ്പിൽ, KJ ജോജു, AB ഫ്രിൻസ്, വർഗീസ് തെക്കേത്തല, സത്യൻ പാട്ടത്തിൽ, ഷാജി മോനാട്ട്, MA അനീഷ് കുമാർ, മഹേഷ് മേനോൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കല്യാണി, വിജയരാഘവൻ കൈതവളപ്പിൽ എന്നിവർ സന്നിഹിതരായി. CITU രൂപീകരണത്തിന്റെ 55ാമത് വാർഷിക ദിനാചരണം കൊടകരയിൽ സംഘടിപ്പിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ പതാക ഉയർത്തി. KV നൈജോ അധ്യക്ഷത വഹിച്ചു. PG വാസുദേവൻ നായർ, അൻവർ സാദിഖ്, AK ബാലൻ, TK പത്മനാഭൻ, KV റിസൻ, ആഷിഖ്, VK മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും CITU പ്രവർത്തകർ ശുചീകരിച്ചു. CITU രൂപീകരണ വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ശുചീകരിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ പതാക ഉയർത്തി. KV നൈജോ അധ്യക്ഷനായി. PG വാസുദേവൻ നായർ, അൻവർ സാദിഖ്, AK ബാലൻ, TK പത്മനാഭൻ, KV റിസൻ, ആഷിഖ്, VK മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. KSU ജന്മദിന സമ്മേളനം മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ കമ്മിറ്റി അംഗം രഹൻ പള്ളത്തേരി പതാക ഉയർത്തി. ആദിൽ ബാബു അധ്യക്ഷനായിരുന്നു. ഷാഫി കല്ലൂപ്പറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ലിജോൺ ലോറൻസ്, ഹരൺ സന്തോഷ്, ജോജോ മുരിഞ്ഞേലി, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSU സ്ഥാപക ദിനം ആചരിച്ചു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൻ സേവ്യർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ അധ്യക്ഷനായി.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, അളഗപ്പ നഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റിൻഡോ മഞ്ഞളി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ, KSU ജില്ലാ സെക്രട്ടറിമാരായ പ്രണവ് പ്രിൻസ്, കൃപ ഷാജു, സോന ഷാജു, PR റഹൻ എന്നിവരും ആദിൽ ഹുസൈൻ, ജിജു ഡേവിസ്, ലിജോൺ, ദേവിക, അപർണ, കാർത്തിക എന്നിവരും സന്നിഹിതരായിരുന്നു. BJP മറ്റത്തൂർ പഞ്ചായത്ത് വികസന ശില്പശാല വാസുപുരത്ത് നടത്തി. BJP ജില്ലാ പ്രഭാരി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് TK വേണുഗോപാൽ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, ജില്ലാ ട്രഷറർ വിജയൻ മേപ്പുറത്ത്, VV രാജേഷ്, അരുൺ പന്തല്ലൂർ, രാംദാസ് വയലൂർ, PG ജയൻ, സജിത ചന്ദ്രൻ, കവിത പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിലെ നവീകരണ കലശം ജൂൺ 1 മുതൽ 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിവസവും രാവിലെയും വൈകിട്ടും പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഹോമങ്ങളും നടക്കും. ജൂൺ 1 വൈകിട്ട് 6:30 ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, രക്ഷോഘന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം എന്നിവയുണ്ടാകും. വൈകിട്ട് പ്രത്യേക പന്തലിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ വേടപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട് പ്രഭാഷണം നടത്തും. KS കൊച്ചുമോൻ മുഖ്യാതിഥിയാകും. തുടർന്ന് മാടായിക്കോണം ഗീതാഞ്ജലി ഭജന സംഘത്തിന്റെ ഭജന, കുമാരി അപർണദാസിന്റെ ഭരതനാട്യം, മാടായിക്കോണം ശ്രീകണ്ഠേശ്വരം സംഘത്തിന്റെ കൈകൊട്ടികളി എന്നിവയുണ്ടാകും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ, ഗുരുപദം ആചാര്യൻ കാരുമാത്ര വിജയൻ, ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ സംസ്ഥാന അധ്യക്ഷൻ M മോഹനൻ ചെറുശ്ശേരി, വിവേകാനന്ദാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപ, നന്ദ സരസ്വതി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ആവണങ്കാട്ടിൽ കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, അനന്തപുരം ചെറുപുഷ്പം പള്ളി വികാരി ഫാദർ ജോൺസൺ തറയിൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കവി രാപ്പാൾ സുകുമാരമേനോൻ, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റ്ലപ്പള്ളി എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും. ജൂൺ 8 രാവിലെ ജീവകലശത്തിൽ രക്ഷവിടർത്തി പൂജ, അധിവാസം നിവർത്തി പൂജ, മുളപൂജ, പ്രതിഷ്ഠാബലി, പ്രസാദ പ്രതിഷ്ഠ, വലിയ മരപ്പാണി എന്നിവയ്ക്ക് ശേഷം രാവിലെ 6:33 മുതൽ 8:44 വരെയുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടക്കും. 9 രാവിലെ പരിവാര പ്രതിഷ്ഠയും മാതൃക്കൽ പ്രതിഷ്ഠയും നടക്കും. 10 വൈകിട്ട് ചതുർത്ഥ സ്നാനത്തിനുള്ള ബ്രഹ്മകലശ പൂജ, കുംഭേശ കൽക്കരി കലശപൂജകൾ, പരികലശ പൂജകൾ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവയുണ്ടാകും. സമാപന ദിവസമായ 11 രാവിലെ 5 നട തുറന്ന് ദേവനെ കണി കാണിക്കും. തുടർന്ന് സൃഷ്ടി തത്വഹോമം, തത്വകലശ പൂജ, കലശാഭിഷേക പൂജകൾ, വലിയ മരപ്പാണി, തത്വകലശാഭിഷേക പൂജ, പരികലാശാഭിഷേകം, കുംഭകലേശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, അവസൂത പോഷണം, ഭൂതബലി എന്നിവയുണ്ടാകും. വൈകിട്ട് ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണ നമ്പൂതിരി, മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രഭാരവാഹികളായ MM ഗിരിജൻ, K പാർത്ഥസാരഥി മേനോൻ, സാവിത്രി പ്രഭാകരൻ, VK സുധാകരൻ, K ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമക്ഷേത്രം നിർമ്മിക്കുകയാണ്. ആ നിർമ്മിക്കുന്ന ആ വിഗ്രഹമാണെങ്കിൽ 2005 കിണറ്റിൽ ക്ഷേത്ര തീർത്ഥാടനത്തിൽ കിട്ടിയത്. ആ വിഗ്രഹം അതിന്റെ ശക്തി നഷ്ടപ്പെടാത്തതുകൊണ്ട് ആ വിഗ്രഹം അതേപടി ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ്. പുനഃപ്രതിഷ്ഠ. ഇപ്പോൾ ഒരു പുതിയ അമ്പലം 2 നിലയിലുള്ള ഒരു അമ്പലം പണി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തുടങ്ങി. ഇപ്പോൾ ഈ ജൂൺ 1 സാംസ്കാരിക സദസ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് വേഴപ്പറമ്പിൽ ചിത്രഭാനു നമ്പൂതിരിപ്പാട് പ്രഭാഷണം നടത്തും. KS കൊച്ചുമോൻ മുഖ്യ അതിഥിയാകും. തുടർന്ന് മാടായിക്കോണം ഗീതാഞ്ജലി. പുതുക്കാട് തെക്കേത്തുറവ് പള്ളിയിൽ വിശുദ്ധ അന്തോണിസിന്റെ ദർശന ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ടെന്നി പാറയ്ക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ട്രസ്റ്റിമാരായ ഐസക് കുറ്റിക്കാടൻ, ജോയ് നടക്കലാൻ, തിരുനാൾ ജനറൽ കൺവീനർ ഷാജു മാപ്രാണത്തുകാരൻ, ജെയ്സൺ കുറ്റിക്കാടൻ, ആന്റണി നടക്കലാൻ, ജോസ് മംഗലൻ, തിരുനാൾ പ്രസുദേന്തി വിൻസൻ പുളിക്കൻ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ജൂൺ 8 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആഘോഷമായ ദിവ്യബലിക്ക് പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കനത്ത് കാർമ്മികനായി. ഫാദർ സിൻഡോ പൊന്തേക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം, വെഞ്ചരിപ്പ് എന്നിവ നടക്കും. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു.
അനുമോദന ചടങ്ങ് TJ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായി. തുടർന്ന് PL ജോമിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ജില്ലയിൽ +2 പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെ ചടങ്ങിൽ അഭിനന്ദിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ AR കൃഷ്ണരാജ്, അപർണ അജിത്, VV ഗായത്രി, ഫദ്വ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളെ യോഗത്തിൽ അഭിനന്ദിച്ചു. മോൺസിഞ്ചോർ വിൽസൺ ഈരത്തറ, സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, ഡീൻ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് പ്രൊഫസർ VJ തോമസ്, പ്രോഗ്രാം കൺവീനർ ആശ സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മേരിമാത ICSE ISC സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബിരുദദാന ചടങ്ങ് നടത്തി. സാഹിത്യകാരനും ക്രൈംബ്രാഞ്ച് DVSPയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ TG അധ്യക്ഷയായി. 2024-25 അധ്യയന വർഷത്തെ 48 കുട്ടികളാണ് ബിരുദം നേടിയത്. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയും പഞ്ചായത്ത് ബാലസഭയും സംയുക്തമായി UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേനൽപ്പച്ച ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം CA റെക്സ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P സുനിൽകുമാർ, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർ സിയ ഷാബു എന്നിവർ പ്രസംഗിച്ചു. കവി മധു പുഷ്പത്ത്, KK സോജ, ഹർഷ ലോഹിതാക്ഷൻ, രാജ്കുമാരി വിനോദ്, ധന്യ P നന്ദനൻ എന്നിവർ ക്യാമ്പ് നയിച്ചു. പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണി സജീവം. നെയിം സ്ലിപ്പ് മുതൽ ഷൂസുകൾ വരെയുള്ള സാധനങ്ങളാണ് കുട്ടികൾക്കായി സ്കൂൾ വിപണികൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഓഫറുകളിലാണ് പുത്തൻ ട്രെൻഡുകളിൽ പുതുമകൾ നിറച്ച് വിപണി ഒരുക്കിയിരിക്കുന്നത്. മധ്യവേനൽ അവധിക്ക് വിട പറഞ്ഞ് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുത്തനുടുപ്പും ബാഗും കുടയുമെല്ലാം വാങ്ങാനുള്ള തിരക്കിലാണ് രക്ഷിതാക്കളും കുട്ടികളും. നോട്ട്ബുക്ക്, ബാഗ്, കുട, ചെരുപ്പ്, പെൻസിൽ, പേന, യൂണിഫോം തുടങ്ങി റെയിൻകോട്ടിനടക്കം മികച്ച വിൽപ്പനയാണ് നടക്കുന്നത്. കാലാനുസൃത മാറ്റങ്ങളോടെയുള്ള പഠനോപകരണങ്ങളുടെ കമനീയ ശേഖരമാണ് ഇത്തവണയും വിപണിയിലുള്ളത്. ചൈനീസ് ബാഗുകളും കുടകളുമാണ് ഇത്തവണയും മുന്നിൽ. കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ താരങ്ങളുടെ അടക്കം പടങ്ങളുള്ള ബാഗുകളിലും കുടകളിലും ടിഫിൻ ബോക്സുകളിലും പൗച്ചുകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. 6000 മുതൽ 1400 രൂപ വരെയാണ് സാധാരണ ബാഗുകളുടെ വില. മുതിർന്ന കുട്ടികൾക്കായി വ്യത്യസ്ത കളർ കോമ്പിനേഷനും ഡിസൈനുമുള്ള ബാഗുകളുമുണ്ട്. മൃഗങ്ങളുടെ കാരിക്കേച്ച നിറഞ്ഞ കുടകളും കുട്ടികളെ ആകർഷിക്കുന്നു. മഴ എത്തിയതോടെ പല നിറത്തിലുള്ള മഴക്കോട്ടുകളുടെ കച്ചവടം ഉഷാറാണ്. കുടകൾക്ക് 190 മുതൽ 600 രൂപ വരെയും റെയിൻകോട്ടിന് 100 മുതൽ 1000 വരെയുമാണ് നിരക്ക്. വാട്ടർ ബോട്ടിലിന് 70 മുതൽ 500 വരെയാണ് വിപണി വില. വെള്ളം കുടിക്കേണ്ട സമയവും അളവുകളും അടയാളപ്പെടുത്തിയ കുപ്പിയും നിരവധി പേർ വാങ്ങുന്നു. 100 രൂപ മുതലാണ് ഇവയുടെ വില. ചോറ്റുപാത്രങ്ങളിൽ സ്റ്റീൽ പാത്രങ്ങൾക്ക് തന്നെയാണ് പ്രിയം. 200 രൂപ മുതൽ പാത്രങ്ങൾ വിപണിയിലുണ്ട്. നോട്ട്ബുക്കുകൾ 6ഉം 10ഉം എണ്ണമുള്ള സെറ്റുകളായും ലഭിക്കും. പേന, പെൻസിൽ, പൗച്ചുകൾ തുടങ്ങിയവയെല്ലാം പല വലുപ്പത്തിലും നിറത്തിലുമാണ് ലഭ്യം. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ ഉഷാറാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം 2025 ഞായറാഴ്ച രാവിലെ 9:30 പുതുക്കാട് പ്രചോദിനികേതൻ കോളേജിൽ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗംഗാ ഗോപി എന്നിവർ വിശിഷ്ടാതിഥികളാകും. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ഗോപികണ്ണൻ ചരിഞ്ഞു. 49 വയസ്സായിരുന്നു. പുലർച്ചെ 4:10 ദേവസ്വം ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലായിരുന്നു അന്ത്യം. 2001 സെപ്റ്റംബർ 3 തൃശൂരിലെ വ്യവസായി ഗോപു നന്ദിലത്താണ് ഗോപികണ്ണനെ നടയിരുത്തിയത്. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിൽ ഇടവക ദിനവും മതബോധന വാർഷികവും ആഘോഷിച്ചു. കല്ലേറ്റുങ്കര പാക്സ് ഡയറക്ടർ ഫാദർ ജോജി പാലമറ്റം ഉദ്ഘാടനം ചെയ്തു. ഫാദർ റാഫേൽ പുത്തൻവീട്ടിൽ അധ്യക്ഷനായി. വെള്ളിക്കുളങ്ങര ഇടവക അംഗവും തൃശൂർ അതിരൂപതയിലെ FCC സന്യാസ സഭയുടെ അസീസി പ്രൊവിൻഷ്യാളുമായ സിസ്റ്റർ ഫോൺസി മരിയയെ ആദരിച്ചു. വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, സിസ്റ്റർ വിനയ ബാസ്റ്റിൻ, ജോൺസൺ പൂങ്കുറ്റിക്കൽ, ടീന പയ്യപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു.
ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ജൂൺ 1 സമാപിക്കും. ഞായറാഴ്ച വൈകുന്നേരം 4 ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാലാ രാമപുരം പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലെത്തിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ മന്ത്രി R. ബിന്ദു ആദരിക്കും. TJ സനീഷ് കുമാർ ജോസഫ് MLA സോവനീർ പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ പ്രഭാഷകനാകും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ ഇടവക വികാരിയും സംഘാടക സമിതി രക്ഷാധികാരിയുമായ ഫാദർ സെബിൻ എടാട്ടുകാരൻ തുടങ്ങിയവരും പ്രസംഗിക്കും. ഫാദർ ബാബു ചേലപ്പാടൻ രചനയും ജോണി മലയാറ്റൂർ സംവിധാനവും നിർവഹിച്ച ഇഞ്ചക്കുണ്ട് കലാവേദിയുടെ തച്ചിൽ മാത്യു തരകൻ എന്ന നൃത്ത സംഗീത നാടകം അരങ്ങേറും. മെഡിക്കൽ ഓഫീസർ നിയമനത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ മത്സര പരീക്ഷയിൽ 1ാം റാങ്ക് നേടി ഡോക്ടർ KV വൃന്ദ കോപ്ലിപ്പാടം നിവാസിയും KSSPU മറ്റത്തൂർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ P. വേണുഗോപാലന്റെ മകളാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പറപ്പൂക്കര സ്വദേശിനി ഗംഗ ഗോപിയെ കൊളത്തൂർ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ആദരിക്കുന്നു. വൈകിട്ട് 4 കൊളത്തൂർ കാവല്ലൂർ ഓഡിറ്റോറിയത്തിൽ കെ രാമചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനാകും. ഇനി കാണാം ഇൻഫോ ടോക്ക്. വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ലിവർ ക്യാൻസർ അഥവാ കരളിലെ അർബുദം. കരൾ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് ഒഴിവാക്കേണ്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം. മദ്യപാനം, പുകവലി, കരൾ രോഗങ്ങൾ, അമിതവണ്ണം, പ്രമേഹം, ചില മരുന്നുകൾ എന്നിവയെല്ലാം ലിവർ ക്യാൻസറിനുള്ള സാധ്യതയെ കൂട്ടാം. അതുപോലെ ചില ഭക്ഷണങ്ങളും കരളിന് നല്ലതല്ല. ബേക്കൺ, സോസേജ്, ഹോട്ട് ഡോഗ് തുടങ്ങിയ സംസ്കരിച്ച ഇറച്ചി വിഭവങ്ങളുടെ അമിത ഉപയോഗം കരൾ ക്യാൻസർ സാധ്യതയെ കൂട്ടാം. ഇവയിലെ അമിത കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടാം. അതിനാൽ സംസ്കരിച്ച ഇറച്ചി വിഭവങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. റെഡ് മീറ്റിന്റെ അമിത ഉപയോഗവും കരളിന് നല്ലതല്ല. അതിനാൽ ഇവയും പരമാവധി ഒഴിവാക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും കരളിന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും. അമിത മദ്യപാനം കരളിന്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഇത് ഫാറ്റി ലിവർ, ലിവർ ക്യാൻസർ എന്നിവയുടെ സാധ്യതയെ കൂട്ടിയേക്കാം. പുകവലി ലിവർ ക്യാൻസർ ഉൾപ്പെടെ നിരവധി ക്യാൻസർ സാധ്യതയെ കൂട്ടാം. അതിനാൽ പുകവലി പരമാവധി ഉപേക്ഷിക്കുക. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. കാലാവസ്ഥ. കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2025 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ TVയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10-12 ക്ലാസുകളിലെ പരീക്ഷകളിൽ ഫുൾ A+, A1 ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 15 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾ ഇന്നു തന്നെ നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതാണ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. കോടാലി തുരുത്തുമൽ സുനിൽ മകൻ സൂര്യദാസ് അന്തരിച്ചു. 20 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 ഇരിങ്ങാലക്കുട ക്രിമിറ്റോറിയത്തിൽ. വരാക്കര കിഴക്കൂടൻ അന്തോണി ഭാര്യ ഏലിക്കുട്ടി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോസ്, തോമസ്, പരേതരായ വർക്കി, പോളി എന്നിവർ മക്കളും അൽഫോൻസ, ആനി, ഗ്രേസി, ഷൈല എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പ നഗർ കൂവപ്പറമ്പിൽ വാവച്ചൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ അംബിക. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ചോർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. പരിയാരം, ചൌക്ക പ്രദേശങ്ങളിൽ കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സർവീസുകൾ ചില ഓപ്പറേറ്റർമാർ ലഭ്യമാക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് ചാലക്കുടി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന പ്രകാരം കേരള വിഷൻ കണക്ഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെ പ്രവചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ.
ജില്ലയിലെ തകർന്നടിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിലെ നവീകരണ കലശം ജൂൺ 1 മുതൽ 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന് പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.